اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. സഹോദരങ്ങളെ, നഫ്സിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുൽഹിമ. അമ്മാറത്തിൻ്റെയും ലവ്വാമത്തിൻ്റെയും മുൽഹിമത്തിൻ്റെയും 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഫ്സു മുത്മഇന്ന, 4ാമത്തെ സ്റ്റേജിലുള്ള നഫ്സിനെ കുറിച്ചാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഈ മുത്മഇന്നത്തിൻ്റെ മക്കാമിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഹൃദയശാന്തി ലഭിക്കും. അമ്മാറത്തിൻ്റെയും ലവ്വാമത്തിൻ്റെയും മുൽഹിമത്തിൻ്റെയും ചേറുചളികളെ ഇല്ലായ്മ ചെയ്ത് അതിൻ്റെ എല്ലാ അണുക്കളെയും കരിച്ചു കളഞ്ഞ് അവനെത്തുന്ന 4ാമത്തെ 4th സ്റ്റേജാണ് മുത്മഇന്നത്തിൻ്റെ സ്റ്റേജ്. അവിടെ അവനക്ക് ഹൃദയശാന്തി ലഭിക്കും. ഇവിടെ എത്തുന്ന മനുഷ്യൻ തന്നെക്കുറിച്ച് അറിയാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. ഇലാഹിൻ്റെ ദാത്തല്ലാതെ ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ മഅ്ശൂക്കിൻ്റെ ദർശനം മാത്രമാണ്, ഫനായിൽ നിന്ന് ബഖായിലേക്ക് എത്തുന്ന ഏരിയയാണ് എന്നവൻ മനസ്സിലാക്കും. ഇവിടെ ഒരാൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശൈത്താൻ്റെ ഇടപെടൽ അപ്പോൾ നടക്കും. പക്ഷെ ഒരിക്കലും ശൈത്താൻ്റെ ആ പ്രേരണയിൽ നമ്മൾ വഴുതി പോകാൻ പാടില്ല. ഇവിടെ നിന്നും ഒരിക്കലും ഒരാൾക്ക് മടക്കമുണ്ടാകാൻ പാടില്ല. അവന് സ്ഥിരമായി മുഷാഹദയിലും അതുപോലെ തന്നെ മുകാശഫലുമായി എന്ത് ചെയ്യണം? ഹൃദയത്തിനെ തളച്ചിടണം. അങ്ങനെ ഹൃദയത്തെ പൂർണ്ണമായി മുഷാഹദയിലാക്കുന്ന സമയത്ത് അവൻ്റെ നാവ്, അവൻ എന്താണോ പറയുന്നത്, മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നത്, അത് നാവ് സൈഫുർ റഹ്മാനായി മാറും, റഹ്മാനാകുന്ന അള്ളാഹുവിൻ്റെ വാളായി മാറും. നോട്ടം അതിശയകരമായ നോട്ടാകും, അവൻ്റെ കരം അള്ളാഹുവിൻ്റെ കരമാകും, നാവ് കലാമുള്ളയും അവൻ്റെ കാത് സമീഉള്ളയുമാകും. ആ ഒരവസ്ഥയിലേക്ക് അവൻ എന്ത് ചെയ്യും? എത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ അവൻ അറിയും. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ഒരു ഉന്നതമായ ഒരു മനസ്സിലാക്കൽ അവൻ മനസ്സിലാക്കും. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ എടുത്തെറിയപ്പെടാൻ പോകുന്ന സന്ദർഭമാണ്. ഒരു മുത്മഇന്നത്തായ ഒരു ഖൽബിൻ്റെ ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്പസമയം കഴിഞ്ഞാൽ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിയും. ഏതാനും നിമിഷങ്ങൾക്കകം ആ സംഭവം നടക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തെറ്റുവില്ലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സയ്യിദുന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയെ, എൻ്റെ വല്ല സഹായവും നിങ്ങൾക്ക് വേണോ, എൻ്റെ വല്ല സഹായങ്ങളും നിങ്ങൾക്ക് വേണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങളെ സഹായം എനിക്ക് വേണ്ട,
നിങ്ങളുടെയും എൻ്റെയൊക്കെ രക്ഷിതാവുണ്ട്, എൻ്റെ റബ്ബ്, അവനിത് കാണുന്നുണ്ട് എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സഹായം വേണ്ട, എനിക്ക് റബ്ബിൻ്റെ സഹായം മതി. ഒരു മനുഷ്യൻ ആരുടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന സന്ദർഭമാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്, എന്നിട്ട് പോലും ആ വാക്ക് മൂപ്പർക്ക് പറ്റിയില്ല. നിങ്ങളെ സഹായം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ സഹായം മതി. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട്, അവൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ റെഡിയാണെന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. അള്ളാഹു തആലക്ക് ഇത് വല്ലാത്ത സന്തോഷായി. അള്ളാഹു സുബ്ഹാനഹു വ തആല തീയിനോട് പറഞ്ഞില്ല, യാ നാർ കൂനി, നീ ആവുക ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേൽ നീ രക്ഷയും തണുപ്പുമാവുക എന്ന് അള്ളാഹു തആല പറഞ്ഞു. മാത്രല്ല ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞ് ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ ആ വീഴ്ചയിൽ ഒരു മലായിക്കത്താണ് പിടിക്കുന്നത്. ഏറ്റവും സുന്ദരമായ ഒരു വിരിപ്പിലേക്ക് ചെന്ന് വീഴുന്നത് പോലെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ചെന്ന് വീഴുന്നത്. മാത്രമല്ല അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് നേരം പോക്കാക്കാൻ വേണ്ടി അള്ളാഹു തആല മലായിക്കത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അത് പ്രശാന്തമായ ശാന്തമായ ഹൃദയമാണ്. ആ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, വേറൊന്നിനും കാണാൻ കഴിയില്ല. അള്ളാഹിന്റെ സഹായം മാത്രമേ ഓനക്ക് ആവശ്യമുള്ളൂ. വേറൊരു സൃഷ്ടിയുടെ സഹായത്തിലേക്കും ഓൻ എന്ത് ചെയ്യൂല, ഓനെ ശ്രദ്ധ തിരിയില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഏരിയയാണ് നഫ്സു മുത്മഇന്ന എന്ന് പറയുന്ന ഏരിയ. അത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ സുലൂക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് മുത്മഇന്നത്തിന്റെ സ്റ്റേജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഔദാര്യത്തിന്റെ സിറുകൾ, അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്തിന്റെ രഹസ്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ച ചില സൃഷ്ടികളുടെ രഹസ്യങ്ങൾ, അതൊക്കെ മുത്മഇന്നത്തായ ഖൽബുള്ള ആ നഫ്സുള്ള ഒരാളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അറിയിച്ചു കൊടുക്കും. അല്ലെ, ഏതൊരു മനുഷ്യനും മരിക്കുന്ന സമയത്ത്, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്താണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി വദ്ഖുലി ജന്നതി. അല്ലേ, സമാധാനം നേടിയ ആത്മാവേ, നീ സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തിക്ക് പാത്രമായിക്കൊണ്ടും നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങണം. ഏറ്റവും സുന്ദരമായൊരു പ്രയോഗം. അപ്പൊ ഏതൊരു വ്യക്തിയും മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആ സുന്ദരമായൊരു പ്രയോഗം മലായിക്കത്ത് പ്രയോഗിക്കണമെങ്കിൽ പ്രശാന്തമായ ശാന്തിയുള്ള ഹൃദയമായിട്ടുണ്ട് ഹൃദയം മാറണം. അമ്മാറയും ലവ്വാമയും മുൽഹിമയൊക്കെ കടന്ന് മുത്മഇന്നത്തിന്റെ മഖാമിലേക്ക് അവനക്ക് എത്താൻ കഴിയണം. എന്നാലാണ് ആ ഒരു സുന്ദരമായ പ്രയോഗം മലായിക്കത്ത് പ്രയോഗിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുത്മഇന്നത്തായ ശാന്തമായ ഹൃദയം ലഭിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മുത്മഇന്നത്തായ മഖാമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഹബത്തിന്റെ കുതിരപ്പുറത്ത് കയറി നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് യാത്ര പോകണം. അതിലൊരിക്കലും വഴി തെറ്റാൻ പാടില്ല. തൻ്റെ നോട്ടം എപ്പോഴും ഉന്നതങ്ങളിലേക്ക് മാത്രമാക്കണം, ഒരിക്കലും താഴ്ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. സ്വന്തം ശരീരത്തെ ഇബാദത്തുകൾ കൊണ്ട് എന്ത് ചെയ്യണം, അലങ്കരിക്കണം. കശ്ഫ് കറാമത്തുകളിൽ നിന്ന് മാറി നിൽക്കണം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്ത് തന്നെയാണ്. അതിനെ ഇഅ്തിമാദ് ചെയ്യാതെ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തജല്ലിയാത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറിപ്പോകുന്ന പടികളൊക്കെ ഏറ്റവും ഉന്നതമായ പടികളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ റാദിയത്തിന്റെ മഖാമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.